ഹായ് എവരി വൺ, ഹോപ്പ് യു ആർ ഓൾ ഡൂയിങ് ഗുഡ്. നമ്മൾ കഴിഞ്ഞ ആഴ്ചത്തെ വീഡിയോ ഐ ഹോപ്പ് യു ആർ ഓൾ സീൻ ഇറ്റ്. കാരണം എൻ്റെ ഒരു ലൈഫ് എക്സ്പീരിയൻസ് ആയിരുന്നു, എൻ്റെ ഒരു റീബേർത്തിൻ്റെ ഒരു കഥയായിരുന്നു. നിങ്ങൾ കണ്ടു കാണും എന്ന് വിചാരിക്കുന്നു. വേണ്ടപ്പെട്ടവർക്ക് ഷെയർ ചെയ്തിട്ടുണ്ടാവും ഞാൻ കരുതുന്നു. ഓക്കെ, സോ ടുഡേ ഐ തോട്ട് ഐ വിൽ സ്റ്റാർട്ട് വിത്ത് എ സ്റ്റോറി. ഒരു കഥയിൽ നിന്ന് തുടങ്ങാമെന്ന് വിചാരിച്ചു. ഒരു ഷൂ മാനുഫാക്ചറിങ് കമ്പനി, അവർ നല്ല സെയിൽസ് ടേൺ ഓവർ ഒക്കെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഷൂ മാനുഫാക്ചറിങ് കമ്പനിയാണ്. അവർക്ക് അടുത്ത രാജ്യത്ത് അവിടെ ഒരു മാർക്കറ്റ് കണ്ടുപിടിക്കണം, അവിടെ ഒരു ഓഫീസ് തുടങ്ങണം എന്നൊക്കെ അവർ ആഗ്രഹിച്ചപ്പോൾ ദേ അപ്പോയിന്റഡ് 2 സെയിൽസ് എക്സിക്യൂട്ടീവ്സ്. നല്ല മിടുക്കരായ 2 സെയിൽസ് എക്സിക്യൂട്ടീവിനെ അവർ അപ്പോയിന്റ് ചെയ്തു. അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തു. അങ്ങനെ ഒരാൾ, പക്ഷെ ഒരു കാര്യം ഇതിൽ എന്താ രസം വെച്ചാൽ രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയില്ല. അപ്പോൾ ഒരാളെ ഒരു എയർപോർട്ടിൽ നിന്ന് കയറ്റിവിട്ടു, മറ്റേ ആൾ വേറെ എയർപോർട്ടിൽ നിന്ന് കയറ്റിവിട്ടു. ഒരേ രാജ്യത്തേക്കാണ്. അങ്ങനെ ഈ ഫസ്റ്റ് വ്യക്തി എയർപോർട്ടിൽ ഇറങ്ങി എമിഗ്രേഷനൊക്കെ കഴിഞ്ഞു, പുറത്തേക്ക് വന്നു. പുറത്ത് വന്നിട്ട് കാഴ്ചകൾ കാണാൻ തുടങ്ങി. കാഴ്ചകൾ കാണുമ്പോൾ അദ്ദേഹം കുറച്ച് കൺഫ്യൂസ്ഡായി. അദ്ദേഹത്തിന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ദേഷ്യം വന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം കുറച്ച് കൺഫ്യൂസ്ഡ് സ്റ്റേറ്റ് ഓഫ് മൈൻഡിൽ തിരിച്ച് ഓഫീസിലേക്ക് വിളിച്ചു, ഹെഡ് ഓഫീസിലേക്ക്. കാരണം അവിടെ കണ്ട ജനങ്ങള് അവര് ചെരുപ്പും ഷൂസും ഇടാത്ത ആൾക്കാരാണ്. അവർ ബെയർ ഫുഡിലാണ് നടക്കുന്നത്. അവർ സന്തോഷത്തോടു കൂടിയാണ് നടക്കുന്നത്. ഒരു വിഷമം അവരുടെ മനസ്സിൽ മുഖത്ത് കാണാനില്ല. അപ്പൊ അദ്ദേഹം ഹെഡ് ഓഫീസിൽ വിളിച്ചിട്ട് ചീത്ത പറഞ്ഞില്ല എന്നേ ഉള്ളൂ. ചീത്ത പറയാൻ പറ്റാത്ത കാരണം, നിങ്ങൾ എന്തിനാ ഇങ്ങനെ ഒരു രാജ്യത്ത് എന്നെ വിട്ടത്, വെറുതെ സമയം കളയാൻ. ഞാൻ ഇവിടെ ഒരു മിനിറ്റ് പോലും നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്കൊരു റിട്ടേൺ ടിക്കറ്റ് അയച്ചു തന്നാൽ ഞാൻ മടങ്ങി വരാം. ഐ ആം നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ദിസ് പ്ലേസ് എന്നോ അദ്ദേഹം മടങ്ങിപ്പോയി. സോ നൗ ലെറ്റ്സ് സീ വാട്ട് അബൌട്ട് ദ സെക്കൻഡ് പേഴ്സൺ. സെക്കൻഡ് പേഴ്സൺ ഇതേ രാജ്യത്ത് ഇറങ്ങി എമിഗ്രേഷൻ കഴിഞ്ഞ് പുറത്തേക്ക് വന്നു. ഇതേ കാഴ്ച കണ്ടു. നോക്കുമ്പോൾ എല്ലാവരും ചെരുപ്പ് ഇടുന്നില്ല, ഷൂസ് ഇടുന്നില്ല, ബെയർ ഫുഡിൽ നടക്കുന്നു, സന്തോഷത്തോടു കൂടി നടക്കുന്നു. അദ്ദേഹം ആദ്യം ഒന്ന് ചിന്തിച്ചു. രണ്ടാമത് അദ്ദേഹം ഒന്ന് എക്സൈറ്റഡ് ആയി. മൂന്നാമത് അദ്ദേഹം ഫോൺ എടുത്തു, ഹെഡ് ഓഫീസിലേക്ക് വിളിച്ചു. താങ്ക് യു വെരി മച്ച് ഫോർ ചൂസിങ് ദിസ് പ്ലേസ് എന്ന് അദ്ദേഹം പറഞ്ഞു ആദ്യം തന്നെ. കാരണം ആരും ചെരുപ്പും ഷൂസും ഇടുന്നില്ല. എനിക്കിവിടെ മാർക്കറ്റ്, ഒരു എന്താ പറയാ, പൊട്ടൻഷ്യൽ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് നല്ലപോലെ ഇവിടെ സെയിൽസ് നടത്താൻ പറ്റും. സോ ഐ എം സോ ഹാപ്പി ടു ബി ഹിയർ. ഒരു കാര്യം ചെയ്യാവോ, ഒരു 2 കണ്ടെയ്നർ ഒന്നിങ്ങോട്ട് വിടാവോ ചോദിച്ചു. ഹെഡ് ഓഫീസും എക്സൈറ്റഡ് ആയി. അവര് ഓക്കെ, വിൽ ഡു ഇറ്റ് നൗ ഇറ്റ്സെൽഫ് എന്ന് പറഞ്ഞു. സോ ദ സ്റ്റോറി, വാട്ട് ദ ലെസൺ ഡിഡ് യു ഫൈൻഡ് ഔട്ട് ഇൻ ദിസ് സ്റ്റോറി? എന്ത് ലെസനാണ്? അതായത് ഒരേ സ്ഥലത്ത് നിന്ന് ഒരേ രാജ്യത്ത് 2 ആൾക്കാർ വന്ന് ഇറങ്ങിയപ്പോ ഒരാൾക്ക് അതുപോലെ, ഒരാൾക്ക് മാർക്കറ്റ് നന്നല്ല, ഒരാൾക്ക് മാർക്കറ്റ് നന്ന് എന്ന് തോന്നിയെങ്കിൽ എന്തായിരിക്കും കാരണം? രാജ്യത്തെ കുഴപ്പം? ഷൂ മാനുഫാക്ചറിങ്ങിന്റെ കുഴപ്പം? നോ, ഇറ്റ്സ് ദിയർ മൈൻഡ് സെറ്റ്. അവരുടെ മൈൻഡ് സെറ്റാണ്. ഫസ്റ്റ് പേഴ്സൺ ഈസ് എ പെസിമിസ്റ്റിക് പേഴ്സൺ. കുറച്ച് നെഗറ്റീവ് ഒക്കെ ഉള്ള ആളാണ്. എല്ലാ കാര്യത്തിലും പ്രശ്നം കണ്ടുപിടിക്കുന്ന ആളാണ്. അദ്ദേഹത്തിന് തോന്നിയത് ഇവിടെ ഒന്നും നടക്കില്ല എന്നാണ്. പക്ഷെ രണ്ടാമത്തെ ആൾ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള ആളാണ്. ഹീസ് എ പോസിറ്റീവ് പേഴ്സൺ. സോ ഹി വാസ് സോ എക്സൈറ്റഡ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആരാണ്? ഡു യു വോണ്ട് ടു ബിക്കം എ പെസിമിസ്റ്റിക് പേഴ്സൺ ഓർ എ ഒപ്റ്റിമിസ്റ്റിക് പേഴ്സൺ? ഡു യു വോണ്ട് ടു ബിക്കം എ പോസിറ്റീവ് പേഴ്സൺ ഓർ എ നെഗറ്റീവ് പേഴ്സൺ? ഞാൻ ആദ്യത്തെ ആളെ കുറ്റമൊന്നും പറയുന്നില്ല. കാരണം അദ്ദേഹത്തിന്റെ സാഹചര്യങ്ങളും സറൗണ്ടിങ്സ് ആയിരിക്കും ചിലപ്പോൾ അങ്ങനെ ആക്കിയെടുത്തത്. പക്ഷെ നമുക്കെന്ത് വേണം? വാട്ട് യു വാണ്ട് ഇൻ ലൈഫ്, ടു ഗോ ഫോർവേഡ് ഇൻ ലൈഫ്. കേരളത്തിന് ഭയങ്കര ചൂടാട്ടപ്പോ. പക്ഷെ അയ്യോ ചൂട്, അയ്യോ ചൂട്, അയ്യോ ചൂട് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? കുറച്ച് കഴിഞ്ഞാൽ മഴ തുടങ്ങില്ലേ? മഴ വന്നപ്പോ എല്ലാവരും അയ്യോ ഇതൊരു മഴയാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. ഒരു മല കയറിയാൽ ആ മല ഇറങ്ങണം. ലൈഫ് ഈസ് ഓൾവേസ് ലൈക്ക് ദാറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, റോളർ കോസ്റ്റർ വഴിയാണ്. തിരിഞ്ഞും തിരിഞ്ഞൊക്കെ വരും എല്ലാ കാര്യങ്ങളും. But how do you depend on that situation? That is the most important thing in our life. How do you handle the situation?
അവിടെയാണ് നമ്മുടെ വിജയം. നമ്മുടെ കാഴ്ചപ്പാടിലാണ് നമ്മുടെ വിജയം. സ്വപ്നം വലുതാണെങ്കിൽ കാഴ്ചപ്പാട് വളരെ കറക്റ്റായിരിക്കും. സോ സ്വപ്നം ഞാൻ പറയണ്ട, വീണ്ടും വീണ്ടും പറയേണ്ട ആവശ്യമില്ല. ഇഫ് യു സ്റ്റാർട്ടഡ് ഡ്രീമിങ് ബിഗ്, your dream will solve your problems. If your problem is big, your problem will solve your dreams. എന്താ അതൊക്കെ വേണ്ടത്? What do you want in life? Today I am going to wind up today. I hope you are enjoying my journey together with me. നിങ്ങൾ എൻജോയ് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. Be happy, be optimistic, be a positive person, dream big in your life. So take care, bye bye, see you in the next video, bye.